ഹായ് വാവാച്ചിയ, എന്തൊക്കെയുണ്ട്? സുഖാണോ? ഇപ്പൊ ഞാൻ വന്നതേ കുറച്ച് കാര്യങ്ങളൊന്ന് പറയാന്ന് വെച്ച്, എന്റേതായ കുറച്ച് കാര്യങ്ങൾ. അതിൽ ഒരു കാര്യം, അതായത് നമുക്കെല്ലാം ഓരോരോ കുറവുകളും കുറ്റങ്ങളും എല്ലാം ഉണ്ടാവും, ഇല്ലേ? അപ്പം ആ കുറ്റങ്ങളെ, ആ കുറ്റം എന്താണെന്ന് മനസ്സിലാക്കി തിരുത്തി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമ്മുടെ ജീവിതം വിജയിക്കുന്നത്. ചില കുറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചില വൈകല്യങ്ങളായിരിക്കും, ശാരീരികമായ വൈകല്യങ്ങൾ. ചിലർക്ക് സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ സാമ്പത്തികം ഒട്ടുമില്ലായ്മ ഉണ്ടാവും, ചിലപ്പോൾ അങ്ങേയറ്റത്തെ സാമ്പത്തികം ഉണ്ടെങ്കിൽ ഇവിടെ മനസ്സമാധാനം ഇല്ലായ്മ ഉണ്ടാവും. അത് പലതരത്തിൽ ഓരോ വ്യക്തികളെ ആശ്രയിച്ച് ഓരോരോ പ്രശ്നങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഇവിടെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ പറയാൻ വരുന്നതെന്ന് പറഞ്ഞാൽ എന്റെ കുറച്ച് കുറവുകള്, അത് എന്നിൽ ഉണ്ടാക്കിയ കുറച്ച് മാറ്റങ്ങൾ, അതൊന്ന് പങ്കുവയ്ക്കാൻ വേണ്ടി. ഞാൻ ഏകദേശം 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നല്ല വെളുത്ത ഒരാളായിരുന്നു. അപ്പൊ എനിക്ക് ഇവിടെ ഇങ്ങനെ കുറച്ച് കറുത്ത പാടുകൾ, ഇവിടെ ഒരു കറുത്ത കുത്തുകളൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി. ഇപ്പൊ നമ്മളത് അന്ന് ശ്രദ്ധിച്ചില്ല, കാരണം അന്നത്തെ കാലത്ത് ഈ സൗന്ദര്യം സംരക്ഷണം അങ്ങനെയുള്ള ഒന്നുമില്ല. ഇങ്ങനെ പുട്ടിയിടണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരുങ്ങണമെന്നോ ആ ഒരു ചിന്തയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നും നമ്മുടെ ലൈഫിൽ ഇല്ല. നമ്മൾ പോകുന്നു, വരുന്നു, കുളിക്കുന്നു, ഒഴുങ്ങുന്നു, പോകുന്നു, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ അങ്ങ് ജീവിച്ചിരുന്ന ഒരു കാലമാണ്. ഇപ്പോഴല്ലേ എല്ലാത്തിനും അതിൻ്റെതായ, ഇപ്പോഴത്തെ ഓരോ കുട്ടികളും ഒരു മേക്കപ്പ് സാധനമായാൽ പോലും അതെന്താണെന്ന് വായിച്ച് വാങ്ങി എന്നിട്ട് നോക്കിയിട്ടേ അവർ അത് എടുക്കത്തുള്ളൂ. പണ്ട് അങ്ങനെ ഇല്ല. ഞാനൊക്കെ ഉള്ള കാലത്ത്, എൻ്റെ കാലത്തൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഉണ്ടായിരിക്കാം, പക്ഷെ നമുക്കതില്ല. അപ്പൊ അന്ന് അത് അത്രയും ശ്രദ്ധിച്ചിട്ടില്ല. ഈ കറുത്ത പാടുകളൊക്കെ വന്ന് എന്താണെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണെന്നോ ഒന്നും അന്ന് അങ്ങനെയൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല. ഇതിങ്ങനെ വെച്ചിരുന്ന് ഒരു ഡോക്ടറെ കാണിക്കാനുള്ള ഒരു അറിവോ ഒന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞു. രണ്ടാമത്തെ ആളുടെ ഡെലിവറിയോടുകൂടി എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സ്റ്റേജിൽ ചെന്നെത്തി. കംപ്ലീറ്റ് എൻ്റെ ഈ മുഖത്തിന്റെ ഇവിടുന്ന് ഈ ഭാഗം, ഇങ്ങനെയുള്ള ഭാഗങ്ങള്, ഇവിടുന്ന് ഇത്രയും ഭാഗം, മുതുക്, എന്നിട്ട് കൈ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താ, വെളുത്ത കൈയാണെങ്കിൽ മൊത്തം കറുത്ത പാടുകളാട്ടോ. ഇപ്പോഴതിന് മാറ്റമൊന്നുമില്ല, അത് കൂടിയിട്ടേ ഉള്ളൂ. കൂടുന്നെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, പ്രായം ഒരു പ്രധാന ഘടകമാണ്. ഇപ്പോൾ ഒരു 50 വയസ്സിന് കഴിയുമ്പോഴത്തേക്കും നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മളിൽ ഉണ്ടാവും. അപ്പം അങ്ങനെ വന്ന് ഈ മോൻ്റെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്റ്റേജ്. വേറൊന്നുമല്ല, ഈ അസുഖത്തിന്റെ അല്ല. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഡോക്ടറെ കാണിച്ചപ്പോൾ ഇത് പാരമ്പര്യമാണ് എന്നാണ് പറഞ്ഞത്. അപ്പം പാരമ്പര്യം ഉണ്ടെങ്കിൽ ഇത് ചികിത്സിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെ പലരും എഴുതി തള്ളി. പിന്നെ കുറച്ച് പേര് നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസയൊക്കെ കിട്ടട്ടെന്ന് വിചാരിച്ച് കുറച്ച് നാളിങ്ങനെ ഹോസ്പിറ്റലിൽ കയറ്റി ഇറക്കി കൊണ്ടുപോയി. ഇതൊക്കെ ചെയ്തെങ്കിൽ ഇതൊന്നും മാറ്റമില്ലായിരുന്നു. പക്ഷെ എന്നെ ബാധിച്ച രോഗം അതൊന്നും അല്ലായിരുന്നു. നമ്മളിപ്പം എന്തെങ്കിലും ഒരു കല്യാണമോ വിശേഷമോ എന്തെങ്കിലും കാര്യത്തിനൊക്കെ പോകുമ്പോൾ ചില ആളുകളുടെ ഒരു ശീലമുണ്ട്, അല്ലെ ഒരു ഇതുണ്ട്, മറ്റുള്ളവരെ കാണുമ്പോൾ ഒരു കുത്ത്, ആ ഹൃദയത്തിലോട്ടൊരു കുത്തി കീറുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത്. അപ്പം എവിടെ ചെന്നാലും, ഒരു മരണമായാലും കല്യാണമായാലും എന്തിന് ചെന്നാലും എന്നെ കാണുന്നവര് എന്താ പറ്റിയേ, എന്തൊരു കോലം, എന്തൊരു വൃത്തികെട്ട്, വേറെ പണിയോ, ഡോക്ടറെ ഒന്നും കാണിച്ചില്ലേ, ആ അത്തരത്തിലുള്ള. എന്നാൽ നമ്മള് ഇപ്പം ഒരാളെ കാണുമ്പോൾ എൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും ഒരു വൈകല്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പോരായ്മ ഉണ്ടെങ്കിൽ, അയാളിൽ എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ വളരെ ലഘൂകരിച്ച് അവരെ മനസ്സ് നോവാത്ത രീതിയിലാണ് നമ്മൾ അത് ചോദിക്കുന്നത്. അല്ല എടുത്തടിച്ച് ഇത് എന്തുവാണ്. ഞാൻ ഇവരെ നിന്ന് പേടിച്ച് ഒഴിഞ്ഞു നിന്നിട്ടുണ്ട്. അങ്ങനെ ഉൾവലിഞ്ഞ് ഒരുപാട് അപകർഷബോധം, എനിക്ക് ആളുകളെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ട്, പേടിയായി. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഞാൻ എല്ലാത്തിനും നിന്നും അങ്ങ് പുറകിലോട്ട് പിൻവലിഞ്ഞ് ഈ പേടിയായി തുടങ്ങി ജനങ്ങളെ, അല്ലെ ഈ പറയുന്ന ബന്ധുക്കളെ കാണാൻ തന്നെ ഭയമായി. അവരെന്താ പറയുന്നത്, ഞാൻ അതിനനുസരിച്ച് എന്തെങ്കിലും ഒരു പരിപാടി വന്നാൽ ഇത്രക്ക് പൗഡറൊക്കെ എടുത്ത് ഇങ്ങനെ ഒപ്പി ബ്ലാക്കൊക്കെ എവിടെ മറയുമോ, ഇതിൽ അവിടെ ചെന്ന് വെയിൽ കൊള്ളുമ്പോഴത്തേക്ക് ഈ പൗഡറെല്ലാം അങ്ങ് പോകത്തില്ലേ. അപ്പോൾ എങ്ങനെ
എൻ്റെ കറുപ്പുകളെ മറയ്ക്കാം എന്നുള്ള രീതിയിലായിപ്പോയി എൻ്റെ ജീവിതം. അത് കഴിഞ്ഞ് ഞാൻ അങ്ങ് തീരുമാനിച്ചു, ഞാൻ എന്തിനാ ഇങ്ങനെ ആളുകളെ ഭയക്കുന്നത്. ഞാൻ ആ തീരുമാനം അവിടെ അന്ന് എടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇങ്ങനെ ഇവിടെ വന്നിരുന്ന് സംസാരിച്ച ഒരു പക്ഷേ ഉണ്ടാവുമെന്ന് പോലും എനിക്കറിയില്ല. എന്നെ ഏത് രീതിയിൽ അത് ബാധിച്ച് ഞാൻ എത്രത്തോളം ഒരു മനോരോഗിയായി മാറും എന്ന് എനിക്ക് ഇപ്പൊ ചിന്തിക്കാനും പറ്റുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് ഞാൻ പറഞ്ഞു വന്നെന്ന് പറഞ്ഞാൽ, ഞാൻ പിന്നീട് ചിന്തിച്ചെന്ന് പറഞ്ഞാൽ ഒറ്റ ചിന്ത ആ സമയത്ത് വന്ന്, ഞാൻ എന്തിന് ഇവരെ ഭയക്കുന്നു. എനിക്കിതാണ്, ഞാൻ ഈ രൂപമാണ്, എന്നെ കാണാൻ കൊള്ളില്ല. ഞാൻ ഇങ്ങനെ തന്നെ ആണ്. ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കുന്ന ഒരാള് ഞാൻ എന്തിന് മറ്റൊരാളെ ഭയക്കണം. ചോദിച്ചാൽ പറയും ഇത് എന്റെ അസുഖമാണ്, എന്തിനു ചെയ്യാൻ പറ്റുമോ. ഒരു വട്ടം ചോദിച്ചാൽ പിന്നെ അവര് ചോദിക്കുവോ? ചോദിക്കില്ല. അപ്പം അവിടം തൊട്ട് ഞാൻ എന്നെ സ്നേഹിച്ചു തുടങ്ങി. എൻ്റെ കുറവുകളെ ഞാൻ സ്നേഹിച്ചു തുടങ്ങി. എൻ്റെ പോരായ്മകളെ ഞാൻ ശരിക്കും ഇഷ്ടപ്പെടാൻ തുടങ്ങി. അവിടെ വന്നപ്പോൾ അതിനുശേഷം ഒരാൾ വന്ന് എൻ്റെ അടുത്തൊരു നെഗറ്റീവായിട്ട് പറഞ്ഞാൽ ആ നെഗറ്റീവിനെ ഞാൻ പോസിറ്റീവായിട്ട് കാണാൻ തുടങ്ങി. അവിടാണ് എൻ്റെ വിജയം. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കുന്നത്. ഇത് പറയാൻ കാര്യം, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ചിന്തിക്കുക. വേറൊന്നുമല്ല, 100 പേര് നമുക്കെതിരെ നെഗറ്റീവ് പറയാൻ കാണും. ആ നെഗറ്റീവിനെല്ലാം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക. അവിടെ നിങ്ങളുടെ വിജയം. പറയുന്നവർ പറയട്ടെ. നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്താലും, നമ്മൾ എത്രയൊക്കെ നല്ല കാര്യം ചെയ്താലും അതിനകത്ത് കൊച്ചു കാര്യങ്ങളെ ആയിരിക്കും വലുതാക്കി പെരുപ്പിച്ച് എവിടൊക്കെ എത്തിച്ച് അവമാനപ്പെടുത്താവോ അതെല്ലാം ചെയ്യുന്ന ആൾക്കാരായി ഇന്നുള്ളത്. അപ്പൊ അതൊന്നും നമ്മൾ കണ്ടതായിട്ടോ ഇതിലേക്കൂടെ കളയുക, വിട്ടേക്കുക. നമ്മൾ നമ്മളായിട്ട് ജീവിക്കുക. അപ്പൊ ഓരോ നെഗറ്റീവും ഓരോ പോസിറ്റീവായിട്ട് എടുക്കുക. ഞാൻ പലയിടത്തും, അതായത് ഇടക്കാലത്ത് വെച്ച് ഞങ്ങളൊന്ന് കുറച്ച് ഫോട്ടോസ് ഒന്ന് വൈറലായപ്പം എനിക്ക് ഞാൻ കുറച്ച് ചാനലിന് അഭിമുഖം കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, ഓരോ നെഗറ്റീവും ഓരോ പോസിറ്റീവായിട്ട് കാണുക. അവിടെ നമ്മുടെ വിജയമാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരാളാണ് ഇന്ന് ഞാൻ. അപ്പോൾ നിങ്ങൾക്കും പറ്റുമെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഒരാൾ ഒരു മോശം പറയട്ടെ, അതിനെ ആ മോശത്തിനെ നമ്മൾ പോസിറ്റീവായിട്ട് കണ്ട് നമ്മളായിട്ട് അവിടെ കിടന്ന് പറയട്ടെ, നമ്മുടെ മനസ്സിൽ പോലും വെക്കരുത്, കളഞ്ഞേക്കുക. പിന്നെ വല്ല കമന്റുകളും മറ്റും വന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് നമ്മളുടേതായ ഒരു അഭിപ്രായം നമ്മൾ രേഖപ്പെടുത്തണം. അത് കണ്ടിട്ട് കാണാതെ പോകരുത്, ചെറിയൊരു അഭിപ്രായം, പക്ഷെ അത് മനസ്സിൽ കൊണ്ടുവരരുത്. അതായത് ആ കമന്റ് കണ്ടപ്പോൾ തൊട്ട് മനസ്സുരുക്കം തുടങ്ങും, അതൊരിക്കലും പാടില്ല. അതിന് മറുപടി നിങ്ങൾ കൊടുത്തോ, പക്ഷെ അത് അവിടെ വെച്ച് വിട്ടേക്കുക. വിവരമില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ആണ് അത് പറഞ്ഞ് എനിക്ക് എന്നാ അങ്ങനെ പിന്നെ ഇച്ചിരൂടെ ഞാൻ കാണിക്കാം എന്നുള്ള രീതിയിൽ ചെയ്യുക. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഞാൻ പറഞ്ഞതിന്റെ ഒരു പൊരുൾ ചെറുതായിട്ടെങ്കിലും മനസ്സിലായില്ലയോ? നമ്മളെ തളർത്താൻ ഒരുപാട് പേരുണ്ടാവും, വളർത്താൻ ആരും കാണില്ല. അപ്പൊ വളർത്തണമെങ്കിൽ ആര് വിചാരിക്കണം? നമ്മൾ തന്നെ വിചാരിക്കണം, അല്ലേ? നമ്മൾ വളരുക, എല്ലാ നെഗറ്റീവ്സിനെയും എടുത്ത് ഓടയിലേക്ക് കളയുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പൊ എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ടാറ്റാ.